ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഒരു ദിവസം തന്നെ വന്നിരിക്കുന്ന രണ്ട് അപ്ഡേറ്റുകൾ, ഒന്ന് മോഹൻലാലിനെക്കുറിച്ചും ഒന്ന് മമ്മൂട്ടിയെക്കുറിച്ചും. രണ്ടും മലയാള സിനിമയ്ക്ക് ഏറ്റവും അഭിമാന മുഹൂർത്തമാകുന്ന കാര്യങ്ങൾ തന്നെ. ആദ്യമായി വന്നത് തുടരും എന്ന ചിത്രത്തിൻ്റെ ഒരു അപ്ഡേറ്റാണ്. വേറെ ഒന്നുമല്ല, 56ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ഇന്ത്യൻ പനോരമ കാറ്റഗറിയിൽ ഡയറക്റ്റ് സെലക്ഷനാണ് ഈ ഒരു സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. അതെ, ഈ ഒരു ചിത്രം അത്രത്തോളം ഗംഭീരമായിരുന്നു. ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന് ശേഷം മോഹൻലാലിന് ലഭിക്കുന്ന മറ്റൊരു ഗംഭീര അംഗീകാരം എന്ന് തന്നെ പറയാം ഈ ഒരു സിനിമ ഡയറക്റ്റ് ആയിട്ടുള്ള എൻട്രി നേടി എന്നുള്ളത്. മറ്റൊന്ന് മമ്മൂട്ടിയുടെ ആ ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ഭ്രമയുഗം എന്ന സംസ്ഥാന അവാർഡ് നേടിയ ചിത്രം, തീർച്ചയായും നാഷണൽ അവാർഡ് നേടാൻ യോഗ്യതയുള്ള ചിത്രം ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശനത്തിനെത്തുന്നു എന്നുള്ളതാണ്. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് തന്നെ പങ്കുവച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എക്സൈറ്റഡ് ടു ഷെയർ ദാറ്റ് ബ്രഹ്മയുഗം വിൽ ബി സ്ക്രീൻഡ് ആസ് ദ ഓൺലി ഇന്ത്യൻ ഫിലിം അറ്റ് ദ അക്കാഡമി മ്യൂസിയംസ് വെയർ ദ ഫോറസ്റ്റ് മീറ്റ് ദ സീ ഫിലിം സീരീസ് ഇൻ ലോസ് ആഞ്ചലസ് ഓൺ ഫെബ്രുവരി 12, 2026. അതെ, ഇന്ത്യൻ സിനിമയിൽ നിന്നും ആകെ ഉള്ള ഒരു ചിത്രമെന്ന് തന്നെ പറയാം. ലോസ് ആഞ്ചലസിൽ ഓസ്കാർ ഈ പറഞ്ഞ പോലെ തന്നെ ഫിലിം അക്കാഡമി ഓഫ് മ്യൂസിയത്തിനകത്തിൽ സ്ക്രീനിങ് നടത്താൻ പോകുന്നു എന്നുള്ളതാണ്. ഇതൊരു മലയാള സിനിമയുടെ സുവർണ്ണ നിമിഷം എന്ന് തന്നെ പറയാം. ഇത്ര ഗംഭീരമായി ഈ ഒരു സിനിമ നമുക്ക് നൽകിയ രാഹുൽ സദാശിവന് നമുക്ക് ഒരു കൺഗ്രാജുലേഷൻസ് തന്നെ പറയേണ്ട കാര്യമുണ്ട്. അതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മമ്മൂക്കയ്ക്ക് ഒരു കൺഗ്രാജുലേഷൻസ് പറയുന്ന കാര്യങ്ങളുണ്ട്. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഒരു ദിവസം തന്നെ മമ്മൂക്കയുടെയും മോഹൻലാലിൻ്റെയും അത്ര ഗംഭീരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അതായത് ഡയറക്റ്റ് പനോരമയിലേക്കുള്ള ആ ഒരു എൻട്രിയും അത് ലാലേട്ടനും ഒരു കൺഗ്രാജുലേഷൻസ്. അപ്പം ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, മലയാളത്തിൻ്റെ ഈ രണ്ട് മഹാനടന്മാർ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അത്ര കട്ടയ്ക്ക് ഉള്ള രണ്ട് നടന്മാരും, അവരെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ അഭിമാനവുമാണ്. പലപ്പോഴും ഫാൻസ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നാണക്കേട് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ രണ്ട് മഹാരഥന്മാരും ഇന്ന് മലയാള സിനിമയ്ക്ക് ഈ ഒരു ദിവസം നൽകിയിരിക്കുന്നത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയുകയോ അല്ലെങ്കിൽ മറക്കാൻ കഴിയുകയോ ചെയ്യാത്ത ലെവലിലുള്ള ഒരു ഗംഭീര സംഭവം തന്നെയാണ്. അപ്പോൾ കാത്തിരിക്കാം, രണ്ട് സിനിമകളും അവാർഡുകൾ വാരിക്കൂട്ടട്ടെ, മികച്ചതാവട്ടെ. ഓൾറെഡി നമുക്കറിയാം രണ്ടും ഒന്നിനൊന്നിന് ഗംഭീരമായിട്ടുള്ള ചിത്രങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.